Hi friends, I am Deepa. This is Delhi nursery, Saini Nursery. This is CP, Shivaji Stadium, just poragil. So, this is a Jain Mandir. This is a gate. So, this is four-wheeler gate parking two-wheeler gate right side space. So, അപ്പോൾ ആ ഒരു ആൽമരത്തിന്റെ അവിടെ ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ സൈഡിൽ ഒരു ചെറിയ വഴി കൂടെ ഇങ്ങനെ അകത്തേക്ക് വരുമ്പോഴാണ് ഈ നഴ്സറി ഉള്ളത്. നമുക്ക് ഇങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ കുറച്ച് ചെറിയ നഴ്സറി പോലെ തോന്നും. പക്ഷേ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും അവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ പോട്ട്സ് ആവട്ടെ, അതുപോലെ എന്തെങ്കിലും തരം പ്രത്യേകം വളങ്ങൾ, ഫംഗിസൈഡ്സ്, അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ഇൻസെക്ട്സിന് വേണ്ടിയിട്ട് സ്പ്രേ ചെയ്യാനുള്ള അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ സി പിയിലേക്കൊക്കെ ഒന്ന് വരാനായിട്ട് പ്ലാൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ക്ലബ് ചെയ്ത് വരാവുന്നതാണ് ഈ ഒരു നഴ്സറിയിലേക്ക്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ളത് ഇവിടെ സമ്മറിൽ സീസണൽ പ്ലാന്റ്സിൻ്റെ ചെടികളാണ് കൂടുതലുള്ളത്. ഫ്ലവറിങ് പ്ലാന്റ്സ് എല്ലാം തന്നെ അവൈലബിൾ ആണ് ഇപ്പോൾ. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും എല്ലാ പ്ലാന്റ്സിൻ്റെയും സൈഡിൽ തന്നെ അതിൻ്റെ പേരും അതുപോലെ റേറ്റും ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നഴ്സറി ചുറ്റിക്കറങ്ങി കണ്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ തന്നെ സെലക്ട് ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് പ്രത്യേകിച്ച് ഇവിടെയുള്ളവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട അങ്ങനെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ കണ്ടില്ലേ, ഇതൊക്കെ സാധാരണ നഴ്സറികളിൽ സീസൺ തുടങ്ങുന്ന സമയത്ത് കുറച്ച് കൂടുതൽ റേറ്റിലാണ് കിട്ടുന്നത്. പിന്നെ സീസൺ കഴിയാറാകുമ്പോഴാണ് ആ ഒരു റേറ്റ് കുറഞ്ഞു വരണത്. പക്ഷേ ഈ ഒരു നഴ്സറിയിൽ ഞാൻ തുടക്കത്തിൽ വന്നപ്പോഴും ഈ 20 രൂപയ്ക്ക് തന്നെയാണ് എല്ലാം കിട്ടുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് മുളകിൻ്റെ ചെടിയാണ്. മുളക് ഒന്നിൻ്റെയും ടിപ്പ് ഇവിടെ നോക്കിയപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം അവരൊരു ചെറിയ ഹൈറ്റ് വന്നപ്പോഴേക്കും തന്നെ അതെല്ലാം നുള്ളി കളഞ്ഞിട്ട് ചെടി നന്നായിട്ട് ബുഷിയായിട്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ, ഇത് സാധാരണ നമ്മൾ പാർക്കിലൊക്കെ കാണുന്ന പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഷേപ്പൊക്കെ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന അതുപോലത്തെ ഒരു പ്ലാന്റാണ്. അതുപോലെ സമ്മറിൽ ഇപ്പോൾ വളരുന്ന എല്ലാ വെജിറ്റബിൾസിൻ്റെയും സീഡ്ലിങ്സ് നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. ലോക്കി, തോരി, അതുപോലെ പാവയ്ക്ക, അതുപോലെയുള്ള കുറേ സാധനങ്ങൾ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളും വാങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നഴ്സറി ഒന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ഒരു നഴ്സറി വിസിറ്റ് ഞാൻ 2 ആയിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. കാരണം മൊത്തം വീഡിയോ കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് ലെങ്തി ആയി. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് പ്ലാൻസ് മാത്രം ഒരു വീഡിയോ ആയിട്ടും അടുത്തത് പിന്നീടും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അതിൻ്റെ അടുത്ത പാട്ടും കൂടെ കാണണം. പിന്നെ ഈ ഒരു പ്ലാന്റ് ഒക്കെ കണ്ടില്ലേ, ഇങ്ങനെ ഇവിടെ ഉള്ള പ്ലാന്റ്സ് ഒക്കെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടാട്ടോ ഇരിക്കണതൊക്കെ. അതുപോലെ ഈ ഒരു പ്ലാന്റ്, ഇത് നാട്ടിൽ നമ്മൾ കാണുന്ന അരേലിയാണ് കേട്ടോ. അരേലിയുടെ വേരിഗേറ്റഡ് വെറൈറ്റിയിലുള്ള പ്ലാന്റ് ആണ് ഇത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതിൻ്റെ, നല്ല ഭംഗിയായിട്ട് നല്ല ഗ്രോത്ത് ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് 100 റുപ്പീസാണ് അതിൻ്റെ റേറ്റ്. അതുപോലെ ഇത് ഗ്രീൻ മാത്രമായിട്ടുള്ള അതിന് 70 റുപ്പീസ്. ഇത് ജൂയി പ്ലാന്റ് ആണ്, അതിന് 90 റുപ്പീസാണ് വില. അതുപോലെ ടർട്ടിൽ വൈൻ, ഇങ്ങനത്തെ ടർട്ടിൽ വൈൻ നാട്ടിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വളരെ കുറവേ അങ്ങനെ കാണാറുള്ളൂ. ഇപ്പോൾ നഴ്സറികളിലൊക്കെ അതും അവൈലബിൾ ആണ്. 60 റുപ്പീസിന് പോളി ബാഗിൽ നമുക്കത് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ റോസിൻ്റെയും ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇവിടെ, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതൊക്കെ ജാസ്മിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. അതുപോലെ പിന്നെ ഇവിടെ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആൽമണ്ടൊക്കെ പോലെ ഒരുപാട് വലിയ വലിയ മരങ്ങളാകുന്ന ചെടികൾ, ഒരുപാട് അങ്ങനത്തെ പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ. ഇപ്പം കുറേ ചെടികളൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തന്നെ ഇവിടെ വന്നിട്ടാണ് കേട്ടോ. ഇത് G9 ബനാന, അത് ഒരു ഹൈബ്രിഡ് വെറൈറ്റിയിലുള്ള ഒരു വാഴയാണ്. അതുപോലെ തെങ്ങ് കണ്ടില്ലേ, ഞാൻ ഡൽഹിയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരുപാട് നഴ്സറികളിൽ പോയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ തെങ്ങൊക്കെ വാങ്ങാനായിട്ട് അവൈലബിൾ ആയിട്ട് അങ്ങനെ കാണുന്നത് കേട്ടോ. അതുപോലെ ഈ ഒരു ചെടി കണ്ടില്ലേ, ഇത് കൽപ്പവൃക്ഷമാണ് കേട്ടോ. ഇത് എനിക്ക് ആക്ച്വലി ചെടി എന്താണെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ചെടിയെ പറ്റി
നമുക്കറിയാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു മെഡിസിനൽ പ്ലാന്റ് മാത്രമാണെന്നാണ് ആദ്യം കരുതിയത് വായിച്ചപ്പോൾ. സോറി. പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിനെപ്പറ്റി ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇത് ഹിബിസ്കസ് ആണ്. ഹിബിസ്കസും അതിൻ്റെ സൈസ് അനുസരിച്ചിട്ട് പല റേറ്റാണ്. ഇത് ജസ്റ്റ് കട്ടിങ് വെച്ച് പിടിപ്പിച്ചിട്ട് അതുമ്പോൾ ബഡ്സ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുള്ള അതുപോലെയുള്ള പ്ലാന്റ്സ് നമുക്ക് 60 റുപ്പീസിന് അതിങ്ങനെ ഹൈബ്രിഡ് ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അത് അവൈലബിൾ ആണ്. അതുപോലെ കുറച്ചും കൂടെ വലിയ സൈസിലുള്ളതൊക്കെ 100 രൂപയ്ക്കും അവൈലബിൾ ആണ് ഇപ്പോൾ. അതുപോലെ ഹിബിസ്കസ് ഒക്കെ നമുക്ക് ഒരു പെരിനിയൽ പ്ലാന്റ് ആണ്. ഇപ്പോൾ വാങ്ങി വളർത്താനായിട്ട് ഒരുപാട് നല്ല ചെടിയാണ് ഈ ഒരു സമയത്ത്. അതുപോലെ ഇത് ഫ്ലെയിം വൈൻ എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ നമുക്ക് ഗേറ്റിലൊക്കെ ഇങ്ങനെ ആർച്ച് പോലെയൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ ബൊഗൻവില്ലെ പോലെയൊക്കെ നമുക്ക് അതുപോലെ ഇങ്ങനെ വളച്ച് അങ്ങനെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ്. പിന്നെ ഓറഞ്ച് കളറിൽ പൂവൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ വളരെ ഭംഗിയായിട്ടിരിക്കും അത്. ഇത് ചൈനീസ് ഫ്രിഞ്ച് എന്ന് പറയുന്ന ഒരു ചെടി. ഒരു ചെറിയ പർപ്പിൾ കളറിലെ ഫ്ലവറൊക്കെ ഉണ്ടാവും അതിൻ്റെ അകത്ത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട് അങ്ങനെ നിൽക്കുന്നത്. അതുപോലെ ഇത് സൺഫ്ലവറും ഈ സമ്മറിൽ വാങ്ങി നടാനായിട്ട് വളരെ നല്ലൊരു ചെടിയാണ്. ഈ സമ്മർ മൊത്തം ഇത് പൂവിട്ട് നിൽക്കും. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വിത്തൊക്കെ എടുത്ത് വെക്കാം. അപ്പോൾ അടുത്ത വർഷത്തേക്ക് പുതുതായിട്ട് അതിൻ്റെ ചെടി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ വിത്ത് ഇട്ടിട്ട് തന്നെ മുളപ്പിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ കോലിയസിൻ്റെയും ഒരുപാട് നല്ല കളക്ഷൻ ഉണ്ട് ഇവിടെ. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് കുറച്ച് ചെടികൾ വരണ കുറവായതുകൊണ്ടാണ് കുറച്ച് കുറവായിട്ടിരിക്കുന്നത്. പക്ഷേ വിൻ്ററിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ ഇക്സോറയുടെ ഈ നല്ല ചുവന്ന കളറിലുള്ള ചെത്തിയാണ് അതൊക്കെ 100 രൂപയ്ക്കാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ ഇത് നമ്മുടെ നാട്ടിൽ ഗന്ധരാജ് എന്ന് പറയുന്ന ആ ഒരു ചെടി പലരും കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. ഇപ്പോൾ എല്ലാ സ്ഥലത്തും അങ്ങനെ ഞാൻ അധികം അങ്ങനെ കണ്ടിട്ടില്ല. അത് ഒരു വൈറ്റ് കളറിൽ പൂവുണ്ടായിട്ട് നല്ല വാസനയൊക്കെ ഉള്ളൊരു പൂവാണത്. അതുപോലെ ഇത് ചെത്തിയുടെ കുറച്ച് സൈസ് കുറവായിട്ടുള്ള ഡ്വാർഫ് വെറൈറ്റിയിലുള്ള ചെത്തിയാണ്. അതിൻ്റെയും എല്ലാ കളറും റെഡും യെല്ലോയും പിങ്കും അവൈലബിൾ ആണ് ഇവിടെ. അത് നമുക്ക് 60 രൂപയ്ക്കാണ് കിട്ടുന്നത്. അതുപോലെ കശ്മീരി കറി ലീവ്സ് എന്ന് പറഞ്ഞിട്ട് ഇതും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇവിടെ. 100 രൂപയ്ക്കാണ് ഇത് ഈ ഒരു പ്ലാന്റ് കിട്ടുന്നത്. അതുപോലെ തുളസിയുടെയും ഞാൻ ഒരുപാട് വെറൈറ്റി ഇവിടെ കണ്ടു കേട്ടോ. സാധാരണ ഒരു നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ 3-4 തരം നഴ്സറി ഇങ്ങനെ ചില ഇതൊക്കെ കാണാറുണ്ട്. ഈ എന്താ പറയുക തുളസിയൊക്കെ. ഇവിടെയും നമുക്ക് ഒരുപാട് വെറൈറ്റി അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഇത് ഡച്ച് റോസസ് ആണ് കേട്ടോ. സാധാരണ നമ്മുടെ ബഡ് ചെയ്ത റോസസ്. അത് 120 റുപ്പീസിന് പോളി ബാഗിൽ അവൈലബിൾ ആണ്. അതുപോലെ ഇത് ചിക്കുവിൻ്റെ പ്ലാന്റ് ആണ്. അതും ജസ്റ്റ് ഒരു പോട്ടിലാണ് അത് നിൽക്കണത്. അപ്പോൾ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കണ്ടെയ്നറിൽ അത് മീൻസ് കായൊക്കെ ഉണ്ടാക്കി കിട്ടും. അതുപോലെ കായം ഉണ്ടാക്കുന്ന ആ ഹീങ്കിൻ്റെ ആ ഒരു പ്ലാന്റ് ആണ് അത്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണണേ. അതുപോലെ ഇത് എന്താ പറയണേ ഏലത്തിൻ്റെ ചെടിയാണ്. അതൊക്കെ ഇവിടെയൊക്കെ അങ്ങനെ എത്രമാത്രം വളരും എന്നറിയില്ല. കാരണം കുറച്ചൊക്കെ തണുപ്പ് അങ്ങനെ ഒരു മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് ഇങ്ങനത്തെ ഉള്ള പ്ലാന്റൊക്കെ വളർന്ന് കണ്ടിരിക്കണേ. അതുപോലെ പട്ട, സിന്ദൂറിൻ്റെ ചെടി, പിന്നെ ഗരം മസാല, ഈ നമ്മൾ നാട്ടിൽ സർവ്വസുഗന്ധി എന്ന് പറയണേ അങ്ങനെ ആ ഒരു പ്ലാന്റ്. അതുപോലെ ഇതൊക്കെ പ്ലാവിൻ്റെ തൈകളാണ്. പാത്തി ലെമൺ, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് പേര് തന്നെ കേൾക്കണം ചില ചെടികളുടെയൊക്കെ. അതല്ല ഗന്ധരാജ് ലെമൺ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ വൈറ്റ് ജാമുൻ, ഇത് നമ്മളുടെ സാധാരണ നാട്ടിലെ കണ്ടിട്ടില്ലേ ബദാമിൻ്റെ. അപ്പോൾ ഇപ്പം നമ്മളുടെ കയ്യിൽ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിയാവാക്കി ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ജസ്റ്റ് ഒരു ബെഡ്റൂമിൻ്റെയൊക്കെ ഒരു സൈസ് മതി. അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ഇതുപോലെയുള്ള മരങ്ങളൊക്കെ ഒരുപാട് വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു ചെറിയ ഫോറസ്റ്റ് പോലെയൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നെറ്റിൽ കിട്ടും. അതുപോലെ യൂട്യൂബിലും ഒരുപാട് മലയാളത്തിലും വീഡിയോസൊക്കെ ഉണ്ട് മിയാവാക്കി ഫോറസ്റ്റിനെ പറ്റിയിട്ട്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടപ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് നമുക്ക് അങ്ങനെ ഒക്കെ ചെയ്യുമ്പോൾ അവിടെയൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ചെടികളാണ് ഇതൊക്കെ. അതുപോലെ ഇവിടെയൊക്കെ ഇതെന്താ നാഷ്പത്തി, ഇതൊക്കെ ഈ സബർജില്ലൊക്കെ പോലത്തെ അതുപോലെ ഒരു ചെടിയാണ്. അത് ഈ പപ്പുകോസ എന്ന് പറയണ അതെല്ലാം ഇവിടുത്തെ ഈ നോർത്തിലുണ്ടാകുന്ന ഫ്രൂട്ട്സ് ആണ് ഇതൊക്കെ. നമ്മുടെ നാട്ടിലും ഉണ്ട്, പക്ഷെ പേരൊന്നും ഇങ്ങനെയല്ല. അതുപോലെ തേജ് പത്ത, ഈ മസാലയിൽ നമ്മൾ ഇടുന്ന ആ ഒരു ഇലയുണ്ടല്ലോ അതിൻ്റെ പ്ലാന്റാണ് അത്.
അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ചെടികൾ നമുക്ക് ഈ ഒരു നഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഈ നഴ്സറി എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് ബാക്കി നഴ്സറികളിൽ നിന്ന്. ഇത് ലിച്ചി എന്ന് പറയുന്ന ഒരു പ്ലാന്റ്, നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്, സമ്മറിൽ വരുന്നത്. വളരെ ഇങ്ങനെ എന്താ വളരെ റെയറായിട്ട് കാണുന്ന ഒരു ചെടിയാണ്. സാധാരണ കുറച്ച് ഹില്ലി ഏരിയയിലൊക്കെയാണ് ഇത് കൂടുതലുണ്ടായി കാണുന്നത്. അതുപോലെ ഇതൊക്കെ പോംഗ്രാനൈറ്റ്, അതുപോലെ റെഡ് ചെറിയുടെ പ്ലാന്റ് ഇത്. അതുപോലെ ഇത് പേരക്കയുടെയും ഒരുപാട് തൈകളുണ്ട്. പേരക്കയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ പോട്ടിലൊക്കെ നട്ടുകൊടുത്ത് ഒരുപാട് നന്നായിട്ട് ഉണ്ടായി കിട്ടുന്ന ഫ്രൂട്ടാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു നല്ല ഓപ്ഷനാണ് ഇങ്ങനെ ടെറസ് ഗാർഡനൊക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ പ്രത്യേകിച്ച് വളർത്താനായിട്ട്. അതുപോലെ നാരങ്ങയുടെയും ഒരുപാട് വെറൈറ്റികൾ ഇവിടെ ഉണ്ട്. അതുപോലെ ഇത് രാഖി പ്ലാന്റ്, രാഖി എന്ന് പറഞ്ഞിട്ടും ഞാനത് ആദ്യമായിട്ട് തന്നെ കേൾക്കണത്. ഇത് പ്ലാവിൻ്റെ തൈയാണത്. പിന്നെ അതുപോലെ ഇവിടെ ബോഗൻവില്ലയുടെയും ഒരുപാട് കളക്ഷനുണ്ട്. ബോഗൻവില്ല ആണെങ്കിലും ഈ ചെറിയ കട്ടിംഗ് ഒക്കെ അത് 30 റുപ്പീസിനാണ് കിട്ടുന്നത്. അതുപോലെ ബാക്കി എല്ലാ കളേഴ്സും ഈ സൈഡിൽ അവൈലബിൾ ആണ്. അത് 100 റുപ്പീസാണ്. ഇത് പോളി ബാഗിലാണ് വെച്ചിട്ടുള്ളവർ. പക്ഷെ അത്യാവശ്യം നല്ല ഗ്രോത്ത് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ബോഗൻവില്ല ആണെങ്കിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് ചീത്തയാവാത്ത കിട്ടും. നല്ല സമ്മറിലും വർഷത്തിൽ 2 പ്രാവശ്യം അതിങ്ങനെ പൂവുണ്ടായി കിട്ടും. അപ്പോൾ നമുക്ക് ഗാർഡനിൽ അങ്ങനെ പൂക്കളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ വളർത്താനായിട്ടൊരു നല്ല ഓപ്ഷനാണ് ബോഗൻവില്ല. അതുപോലെ ഇത് അഴക്കേറിയ എന്ന് പറയുന്ന ചെടിയാണ്. ഇത് നമ്മൾ സാധാരണ ക്രിസ്മസ് ട്രീ എന്ന് പറയുന്ന ആ ഒരു പ്ലാന്റ്. അതുപോലെ എന്താ പറയുക, ബാമ്പുവിൻ്റെയും പ്ലാന്റ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. സാധാരണ എല്ലാ നഴ്സറികളിലും ഇതങ്ങനെ കാണാറില്ല. അതുപോലെ ഇതൊക്കെ റബ്ബർ പ്ലാന്റ് ആണ്. അതുപോലെ ഇവിടെ ഈ അലോവേരയുടെ ഒരു വെറൈറ്റിയിലുള്ള ഒരു പ്ലാന്റ് ഞാൻ കണ്ടു. വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ നിറച്ച് ലൈനൊക്കെ ആയിട്ട് കണ്ടില്ലേ. ഇത് ഇങ്ങനെ നേരെ കാണാനും വളരെ ഭംഗിയാണ് കേട്ടോ. ഞാൻ ഈ ഒരു പ്ലാന്റ് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്ത് നോക്കുക. ഈ ഒരു നഴ്സറി CPയിലൊക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഒന്ന് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനോ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്.